എന്താ മോളെ വൈകിയത്? എല്ലാരും കാത്തിരിക്കുക. എന്താ അമ്മ വിശേഷം? നല്ല വിശേഷം തന്നെയാ. അമേരിക്കയിലുള്ള ഡോക്ടർ രാജീവൻ മോളെ പെണ്ണ് കാണാൻ വന്നിരിക്കുക. ദോഷം പറയരുതല്ലോ, ചെറുക്കൻ സുന്ദരനാ, എനിക്കിഷ്ടപ്പെട്ടു. ആരോട് ചോദിച്ചിട്ട് അമ്മ ഇതൊക്കെ? ആരാ ഇത്ര തിരക്ക് പിടിച്ച ആലോചന കൊണ്ടുവന്നത്? നിന്റെ അച്ഛൻ ജീവിതത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുക. അച്യുതൻ നമ്പ്യാരുടെ മോനാ. മോള് വേഗം പോയി ആ വേഷമൊക്കെ ഒന്ന് മാറ്. അപ്പൂട്ടനെ അറിയിക്കഴിഞ്ഞത് മോശമായി പോയില്ലേ? അറിഞ്ഞ അവന് സന്തോഷമായിരിക്കും. ഞാൻ തന്നെ അറിഞ്ഞത് രാവിലെയാ. ഇന്ന് തന്നെ അപ്പൂട്ടനോട് പോയി പറയണം. പെൺകുട്ടികൾക്ക് മാലയോഗം എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. മോള് വേഗം ചെല്ലേ. ആഹാ, നീ എന്താടി നനഞ്ഞ കോഴിയെ പോലെ നിൽക്കുന്നത്? ഈ വന്നിരിക്കുന്നത് ആരാന്നറിയോ? നിന്നെ പോലെ ഓട്ട MBBS കാരനല്ല. ആരായാലും എനിക്ക് കാണണ്ട. എനിക്കിപ്പോ ഒരു കല്യാണത്തിന് താല്പര്യമില്ല. കൊന്നുകളയും ഞാൻ. ആസത്തെ എന്നെ മാന്യന്മാരുടെ മുമ്പിൽ കരുതിച്ച് കാണിച്ചാവുണ്ടല്ലോ. പഴയ സ്വഭാവം എടുപ്പിക്കരുത്. അവൾ വരും, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. മോളെ, അമ്മ മോളുടെ നല്ലതിനെ പറയൂ. ഈ വീടിന്റെ സമാധാനം തകർക്കരുത്. എനിക്ക് വേണ്ടി മോളൊന്ന് ചെല്ലേ. അമ്മ എല്ലടി പറയുന്നത്. ഞാൻ കാല് പിടിക്കാം. ചേച്ചി, ആ ചേച്ചി, സാരി എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വാ മോളെ, വാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തന്റെ മോള് കോളടിച്ചു. ആട്ടെ, അമ്പിളി പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? ഇല്ല. അയ്യോ, എന്നാ വേഗം എടുക്കാൻ പറ. പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ടിട്ട് പോരെ? ഇഷ്ടപ്പെടും. സരസ്വതി, ആ മോളെ, ഇതാ രാജീവൻ. നമ്മുടെ നാട്ടിലെ ലൊട്ടിലൊടുക്ക് ആശുപത്രിയിലെ പോലൊന്നും അല്ല. ഒരു ദിവസം 20 ഓപ്പറേഷൻ നടത്തുന്ന ഡാക്ടറാ. അതൊക്കെ അവക്കറിയാടോ. അവക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കേ. ഇഷ്ടപ്പെടാതിരിക്കോ നമ്പ്യാരെ? മോനെ, ഞാൻ ഇവളെ വളരെ കഷ്ടപ്പെട്ടാ പഠിപ്പിച്ചത്. മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ രാജീവ നീ ഒന്നും മിണ്ടാത്തത്? അവൻ ഫോട്ടോ കണ്ടതല്ലേ, ഇനി അവളോട് വല്ലതും സംസാരിക്കാനുണ്ടാവും. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. ഞാൻ സ്റ്റേറ്റ്സിൽ മറ്റൊരു കൾച്ചറിൽ വളർന്നവനാ. ഡാഡിക്ക് നിർബന്ധമായിരുന്നു ഞാൻ ഒരു നാട്ടുമ്പുറത്താരി കല്യാണം കഴിക്കണമെന്ന്. ഓക്കെ, ഐ അഗ്രി. എനിക്കറിയേണ്ടത്, അമ്പിളി കോളേജിലൊക്കെ പഠിച്ചതല്ലേ, മറ്റാരെങ്കിലുമായി, ഐ മീൻ ഇനി ലവ് അഫയർ? നല്ല കാര്യായി. അച്ചടക്കത്തിലും അനുസരണയിലുമാ ഞാൻ എന്റെ മോളെ വളർത്തിയത്. അച്ഛൻ പറയുന്നതിന് മറുവാക്ക് അവക്കില്ല. അവക്ക് രാജീവനെ ഇഷ്ടമായി കഴിഞ്ഞു. എന്നാ വൈകിക്കണ്ട, ഇന്ന് തന്നെ ജോലിസരെ കണ്ട് നമുക്ക് മുഹൂർത്തം കുറിപ്പിക്കാം. താൻ പാടൂ. അപ്പൂട്ടൻ, ആ ചെറ്റയുടെ പേര് പറഞ്ഞാ കൊല്ലും ഞാൻ. MBBS കാരി പെണ്ണിനെ വെറും 7-ാം കൂലിക്ക് കെട്ടണം പോലും. ഞാൻ അന്നേ പറഞ്ഞതാ, ഒടുവിൽ അത് തന്നെ ആവശ്യപ്പെടുമെന്ന്. രാജീവനുമായിട്ടുള്ള വിവാഹത്തിന് 25-ാം തീയതി മുഹൂർത്തം കുറിച്ചിരിക്കുക. രാവുണ്ടി ആ വാക്ക് കൊടുത്തിരിക്കുന്നേ. അത് നടക്കണം, അതേ നടക്കൂ. അവൻ പണം ചെലവാക്കിയെങ്കിൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുത്തേക്കാം. അപ്പുട്ടാ, അപ്പുട്ടാ, ഇങ്ങനെ പോത്ത് പോലാട് തുറയ്ക്കോ? വല്ലതും അറിഞ്ഞോടാ നീ? എന്താ? അമ്പിളി ആസ്പത്രി വന്നിട്ടില്ല. അത്രേ ഉള്ളോ? സുഖമില്ലഞ്ഞിട്ടാവും. അതല്ലടാ, അവളിനി ആശുപത്രി വരില്ല. അതെന്താ? അവളുടെ കല്യാണം നിശ്ചയിച്ചു. ഓ, അപ്പൊ അമ്പിളി അത് വീട്ടിൽ പറഞ്ഞു അല്ലേ? അങ്ങനെ തന്നെയാ വേണ്ടത്. ഛേ, ഞാൻ എന്തൊക്കെയാ അമ്പിളിയെ കുറിച്ച് ധരിച്ചത്. ഒരുപാട് വേദനിപ്പിച്ചു. ഛേ, കഷ്ടായി. അല്ല, ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് വെച്ച് അമ്പിളിക്ക് ആശുപത്രിയിൽ വന്നാലെന്താ? അതല്ലടാ. പിന്നെ അമ്പിളി മച്ചു നമ്പ്യാരുടെ മകൻ രാജീവനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കണം. എന്നെ വേണമെങ്കിൽ കൊന്നോ, എന്നാൽ എനിക്ക് സത്യം പറയാതിരിക്കാൻ വയ്യ. ഈ മാസം 25-ാം തീയതി മുഹൂർത്തം വരെ തീരുമാനിച്ചിരിക്കണ.
കേട്ടത് ശരിയാണോ വക്കച്ച? അതെ. ഇക്ക മാധവേട്ട, സത്യമാണടാ, എല്ലാ രാവണിയുടെ ഏർപ്പാടായിരുന്നു. അവര് നിന്നെ ചതിക്കുകയായിരുന്നു. കൊല്ലും ഞാൻ. നന്ദി കെട്ടവനെ, ഇറങ്ങി വരാം. ഈ അപ്പൂട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മകൾക്ക് മറ്റൊരുത്തം പുറവ് കിടക്കുന്ന എനിക്കൊന്ന് കാണണം. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇറങ്ങി വരാം. എന്താ ബഹളം വെക്കാതെ? ഇല്ല മാധവേട്ട, ഞാൻ അടങ്ങില്ല. അവള് പറയട്ടെ. എടി ഡോക്ടറെ, അമേരിക്കൻ സായിപ്പിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് വെറും പുല്ലാണല്ലടി. എടി 2,80,112 രൂപ മുടക്കി പഠിപ്പിച്ചതാ. അപ്പൂട്ടനെ ചതിച്ച എല്ലാത്തിനും ഞാൻ വെട്ടി നിരത്തും. എടേ രാവണി, ചെറ്റേ ചോടയുണ്ടെങ്കിൽ ഇറങ്ങി വരാം. നീ വന്നോ? എന്റെ കണക്ക് കൂട്ടൽ തെറ്റില്ല. നീ മനസ്സിൽ കാണുന്നതിന് മുമ്പേ മരത്തെ കാണുന്നവനായി രാവുണ്ണി. എന്റെ മോളെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കൂടാ. ആരെ കെട്ടണമെന്ന് അവള് തീരുമാനിക്കും. നിനക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് വെച്ച് വീട് നീളെ നടന്നു പെണ്ണുതായോ എന്ന് പറഞ്ഞ് ഓരിയിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് തരാൻ ഇവിടെ പെണ്ണില്ല. തെരുവ് പട്ടിയെ പോലെ ഓരിയിട്ട് തെണ്ടി ഇറന്ന് താങ്ങില്ലടോ. ഇപ്പൊ താൻ വലിയ അനത്തിലെ പട്ടിയായത് അപ്പുള്ളിനെ കാച്ചോണ്ടില്ലടോ. കുറെ നാളായല്ലോടാ നീയൊക്കെ കാശിന്റെ കണക്ക് പറഞ്ഞു തുടങ്ങിയിട്ട്. എന്റെ മോള് ഡോക്ടറായ ഒരുത്തനെ നക്കാപ്പിച്ചോണ്ടല്ല, അവളുടെ ബുദ്ധി കൊണ്ടാ. 2,80,000 ഉലുവ എന്താടാ? പലിശ സഹിതമുണ്ട്. എണ്ണി നോക്ക്. പോരാത്തത് എന്താന്ന് ചപ്പറ. രാവുണ്ണിക്ക് പണം പുല്ലാടാ. പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയും മക്കളെയും വിൽക്കുന്ന ചെറ്റ്. അപ്പൂട്ടൻ പണം കണ്ട് വളർന്നവനാണ്. വാരി കൊടുത്തിട്ടേ ഉള്ളൂ, പിടിച്ചു വാങ്ങിയിട്ടില്ല. പണം എണ്ണി മേടിച്ചവരകത്തുണ്ട്. അവര് പറയട്ടെ, വിളിക്കണവരെ. വിളിക്കണവളെ, എനിക്ക് സംസാരിക്കണം. അവക്ക് നിന്നെ ഈ ജന്മം കാണണ്ടടാ. കിടന്ന് ചിലക്കലടാ നമുക്ക്. അത് അവരവര് സംസാരിച്ച് തീരുമാനിക്കട്ടെ. ഒന്നും തീരുമാനിക്കണ്ട. അത്ര തെണ്ണമാണെങ്കിൽ നിന്റെ മോളെ അവന് കെട്ടിച്ചൂടാ. രാവണിയേടാ കൊടുക്കില്ല. താമരക്കുളത്ത് ഒരു വീട്ടിൽ നിന്ന് ഇവന് പെണ്ണ് കിട്ടില്ല. എന്താ തെമ്മാടിക്കാരെങ്കിലും പെണ്ണ് കൊടുക്കുവോ? എടാ പട്ടി, നിന്റെ തിണ്ടമെടുക്ക് താമരക്കുളത്തെ നടക്കൂ. നീ ഇവിടുത്തെ തൊക്കട ഉണക്കൽ ചോറല്ലേ ഉണ്ടിട്ടുള്ളൂ. പറക്കണക്കിന് പച്ചരിച്ചോറുണ്ടെന്ന പാണ്ടികളെ നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് വെച്ച് വിളമ്പാ കൊണ്ടുവന്നിട്ടുണ്ടാ. എടാ പുറപ്പാണ്ടി, ഇറങ്ങി വാ. ഇവൻ ആർത്തി പിടിച്ച് നിൽക്കുക. എന്താ വേണ്ടതെന്ന് വെച്ചാ വിളമ്പി കൊടുക്കടാ. സോഡ
അമ്പിളി, അപ്പൂട്ടിനെ തടയാൻ ആർക്കും കഴിയില്ല. തടഞ്ഞില്ലെങ്കിൽ കൊലപാതകം നടക്കും. അമ്പിളി പറഞ്ഞ അപ്പൂട്ടൻ കേൾക്കും. ചെല്ലമ്പിളി. അമ്പിളി. എന്ത് നേടാനാ ഈ അംഗം വെട്ടുന്നത്? ആരെ തോൽപ്പിക്കാനാ? എന്നെ കല്യാണം കഴിക്കാനാണോ? കഷ്ടം. എന്റെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളെ കഴിഞ്ഞുള്ള എനിക്ക് എന്തും. എന്നോട് വേണോ അപ്പൂട്ട പക? എനിക്കൊരു മനസ്സുണ്ട്. നിങ്ങളത് കണ്ടില്ല. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? ഒക്കെ സ്വയം തീരുമാനിച്ചു വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി വരാൻ പറഞ്ഞ അനുസരിക്കണമല്ലേ? നിങ്ങൾ ഈ കാണിക്കുന്നത് അഹങ്കാര. പണവും കയ്യൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നേടാമെന്ന ഹുങ്ക്. പക്ഷെ അതുകൊണ്ടൊരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ കഴിയില്ല. അപ്പോട്ട, നിങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എന്റെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഒരു നിമിഷം കൊണ്ട് തകർത്തു കളഞ്ഞു. എന്റെ മനസ്സിലുള്ള അപ്പൂട്ടിനെ അല്ല നിങ്ങൾ. നിങ്ങളെ കാണാൻ തന്നെ എനിക്ക് പേടിയാവുന്നു. എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ബാധ്യതയുള്ളവളാ. ഞാൻ എന്താ വേണ്ടത്? കൽപ്പിച്ചാ മതി, അനുസരിക്കാം.